സ്വീറ്റ് പൊട്ടറ്റോ വെച്ചുള്ള ഒരു അടിപൊളി ഷേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം. ഒരു ഷേക്കാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടാണ്. ഇന്നൊക്കെ ഇതിൻ്റെ ബാക്കി ഇരുന്നതിന് പുട്ടുണ്ടാക്കിയിരുന്നു, മധുരക്കിഴങ്ങ് പുട്ട്. നല്ലൊരു റെസിപ്പിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേ വയറൊക്കെ നിറയും. ഷുഗറുകാർക്കൊക്കെ പറ്റിയതാണ്. അപ്പോൾ ആ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് ഇത് വെച്ച് ഒരു ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഷേക്കിന് വേണ്ടി ഇതെല്ലാം എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. ഷേക്കിന് കുറച്ചേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് വീട്ടാവശ്യത്തിനാണ്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞാണ് എടുത്തത്. സാധാരണ ഇങ്ങനെ ആവി കയറ്റുമ്പോൾ തൊലി കളയേണ്ട ആവശ്യമില്ല, തൊലി അല്ലാതെ ഇളക്കി കളയാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ അവരോരോ സൗകര്യത്തിന് ചെയ്യുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോഴും നമ്മുടെ മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടറ്റൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതുപോലെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ല ഐറ്റമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിന് വേണ്ടി തിളപ്പിച്ച പാലാണ്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചിട്ട് ആദ്യമേ ഒരു ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചതാണ്. തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ പാല് തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ഫ്രീസറിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് തണുപ്പുണ്ടാകും. ഇത്രയും കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. കുറച്ച് സമയം ഇട്ടിരുന്നാൽ മതി. ഇവിടെ ഒരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ, അത് തന്നെ മതിയാകും. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരത്തിന് വേണ്ടി ഇതിൽ ആൾറെഡി മധുരം ഉണ്ടല്ലോ, എന്നാലും കുറച്ചുകൂടെ മധുരത്തിന് വേണ്ടി ചെറുപഴം ചേർത്തോടെ. ഇത് മധുരം എണ്ണാനാണ്. അപ്പോഴൊരു 2 എണ്ണം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുക്കുക. എല്ലാം ഇതേപോലെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചോക്ലേറ്റ് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇത് ചോക്ലേറ്റ് തേച്ചതാണ്. എന്നിട്ട് ഇതേപോലെ ഇരുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ഞാൻ ചോക്ലേറ്റ് തേച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കി വെച്ച് ഓക്കെ. ഇതിനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ശകലം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും ഇതേപോലെ മിക്കവാറും ഇത് 1 ഗ്ലാസ്സിനെ വരുമല്ലോ എന്നാണ് തോന്നണം കൂട്ടുകാർ. മറ്റേ ഗ്ലാസ്സിന് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, നടന്നില്ല. ഏകദേശം തീരാറായി. ഒരു ഫ്രഷ് ക്രീമൊക്കെ ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ക്യാഷ് ഇടണ്ടിന് പകരം കശുവണ്ടി ആയാലും മതിയാവും. ഇപ്പോഴും നമ്മുടെ കപ്പ് നിറഞ്ഞ് വരികയാണ്. എന്തായാലും ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് 2ലും കൂടെ എടുക്കാമെന്നാണ്. പക്ഷെ അത് നടന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും മധുരം കുറവാണെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ പഴം ചേർത്ത് കൊടുക്കുക, പിന്നെ ശർക്കര ചേർത്ത് കൊടുക്കുക. ഇവിടെ തീർന്നു കേട്ടോ, തീരാറായി. ഇനി കുറച്ച് പംകിൻ സീഡ്സിൻ്റെ പൊടിയാണ്. അപ്പോഴിത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോഴിനി ഒരു ശകലം ചിയാ സീഡ്സിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചിയാ സീഡ്സ് അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട് വെച്ചൊന്ന് അലങ്കരിച്ച് കൊടുക്കണം. ഓക്കെ, അടിപൊളി. എല്ലാവരും ചെയ്ത് നോക്കാം.